ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 2 പാർട്ട് 4 ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു. നെസസിറ്റി ഓഫ് സ്റ്റാർട്ടറിൻ്റെ ആവശ്യകത. നെക്സ്റ്റ് നീഡ് ഫോർ സ്റ്റാർട്ടേഴ്സ് പറഞ്ഞു. നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാർട്ടേഴ്സിൽ നമ്മൾ 3 പോയിൻറ്റ് സ്റ്റാർട്ടറിനെ കുറിച്ച് പറഞ്ഞു, അതിൻ്റെ വർക്കിംഗ് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറിലാണ് നമ്മൾ ലാസ്റ്റ് നിർത്തിയത്. അപ്പോൾ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ നമ്മൾ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകളിലാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ സേഫായിട്ട് ഈ മോട്ടോറിനെ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻ കേസ് എന്തെങ്കിലും ഓവർലോഡുകൾ കഴിഞ്ഞാൽ, ഓവർലോഡ് കറണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു മോട്ടോർ സ്വയം ഓഫ് ആവാൻ വേണ്ടിയിട്ടാണ് ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഈ നോവോൾട്ട് കോയിൽ, ചിത്രത്തിൽ കാണുന്ന നോവോൾട്ട് കോയിലാണ് കാണുന്നുണ്ട്, അതായി മാർക്ക് ചെയ്തിട്ടാണ് നോവോൾട്ട് കോയിൽ. ആ നോവോൾട്ട് കോയിൽ എനർജൈസ് ചെയ്തിട്ട് ഈ ഒരു പ്ലഞ്ചറിനെ, ഇതാണ് പ്ലഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മൊത്തം അല്ലെങ്കിൽ ഇതാണ് പ്ലഞ്ചർ, ആ ഒരു പ്ലഞ്ചറിനെ താഴോട്ട് വലിക്കും. പ്ലഞ്ചറിനെ ഇങ്ങോട്ട് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കോണ്ടാക്ട്സ്, മെയിൻ കോണ്ടാക്ട്സും ഈ ഒരു ആക്സിലറി കോണ്ടാക്ട്സും ജോയിൻ ചെയ്തിട്ട് ഈ മോട്ടോറിൻ്റെ സ്റ്റാറ്റർ വൈൻഡിങ്സിലേക്ക് കറണ്ട് പോയി മോട്ടോർ സ്റ്റാർട്ട് ചെയ്യും. ഇനി നമ്മൾ സ്റ്റോപ്പ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഈ നോവോൾട്ട് കോയിൽ ഡീമാഗ്നറ്റൈസ് ചെയ്യും, അഥവാ അതിലേക്കുള്ള കറണ്ട് സപ്ലൈ ഇല്ലാതായിക്കൊണ്ട് അത് ഡീമാഗ്നറ്റൈസ് ചെയ്യുക എന്നാൽ അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ട് ഈ ഒരു കോണ്ടാക്ട്സ് എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. അപ്പോൾ ഇത് മോട്ടോർ ഓഫാകും. ഇൻ കേസ് ഇനി എന്തെങ്കിലും ഓവർലോഡ് വരികയാണെങ്കിൽ ഈ ഓവർലോഡ് ടാപ്പ് ചേഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പോർഷൻ, അത് എന്തെങ്കിലും ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ അവിടെ ഡിസ്കണക്റ്റ് ആയിട്ട് ഈ ഒരു നോവോൾട്ട് കോയിലിലേക്കുള്ള കറണ്ട് ഇല്ലാതായി ഡീമാഗ്നറ്റൈസ് ചെയ്തിട്ട് ഇൻ കേസ് എന്തെങ്കിലും ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ അപ്പോഴും നമ്മളെ ഈ കോണ്ടാക്റ്റുകൾ നോവോൾട്ട് കോയിൽ ഡീമാഗ്നറ്റൈസ് ചെയ്ത് കോണ്ടാക്റ്റ് റിലീസായിട്ട് മോട്ടോർ തനിയെ ഓഫ് ആവുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടേഴ്സിനെ കുറിച്ചാണ്. എന്താണ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ? ആ ഒരു വാക്കിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, മനസ്സിലാവും. അതിൽ സ്റ്റാർ കണക്ഷനും ഉണ്ട്, ഡെൽറ്റ കണക്ഷനും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൽ നമ്മൾ മോട്ടോറിന് സാധാരണ പ്രത്യേകിച്ച് നമ്മൾ DC മോട്ടോറുകളുടെ കേസിൽ നമ്മൾ പറഞ്ഞു, ആ ഒരു DC മോട്ടോറുകൾക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആർമേച്ചർ കറണ്ട് വളരെ ഹൈ ആവും, കാരണം ആർമേച്ചർ റെസിസ്റ്റൻസ് കുറവാണ്, ബാക്ക് EMF ഇല്ലാത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൽ നമ്മൾ സ്റ്റാർട്ടിങ് കണ്ടീഷനിൽ നമ്മൾ ഇതിനെ സ്റ്റാർ കണക്ഷനിലാണ് ഉണ്ടാകുക. സ്റ്റാർ കണക്ഷൻ ഇപ്പോൾ ഈ ഒരു ചിത്രത്തിലുള്ള ഈ ഒരു ലിവർ മുകളിലോട്ട് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് സ്റ്റാർ കണക്ഷനാണ്. ഇപ്പോൾ സ്റ്റാർ കണക്ഷനാകുമ്പോൾ നമുക്കറിയാം ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു ഫേസ് വോൾട്ടേജ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് എന്താണ് ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ലൈൻ വോൾട്ടേജ് ബൈ √3 എന്ന് കിട്ടും. അപ്പോൾ അവിടെ ഫേസ് വോൾട്ടേജ് ലൈൻ വോൾട്ടേജ് ബൈ √3 പ്രാവശ്യം ഡിവൈഡ് ചെയ്തിട്ട്, അപ്പോൾ അവിടെ നമുക്ക് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിൻ്റെ അത്രയും തന്നെ മോട്ടോറിലേക്ക് കിട്ടില്ല, അതിൻ്റെ √3 ടൈം ഡിവൈഡ് ചെയ്ത വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് ഇനീഷ്യൽ സപ്ലൈ വോൾട്ടേജ് കുറച്ച് കൊടുക്കാൻ പറ്റും, അതുവഴി നമുക്ക് ആർമേച്ചർ കറണ്ടിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ വൺസ് ഇത് നോർമൽ റണ്ണിങ് കണ്ടീഷനിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ മോട്ടോർ ഓൺ ചെയ്ത് നോർമൽ റണ്ണിങ് കണ്ടീഷനിലെത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ലിവറിനെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇടുകയാണ് ചെയ്യുക, അഥവാ ഈ തായ് ഭാഗത്തേക്ക് ഇങ്ങനെ ഇടും. ഈ ഒരു ലിവറിനെ നമ്മൾ തായ് ഭാഗത്തേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ഇടുകയാണ് ചെയ്യുക. അങ്ങോട്ട് ഇടുന്ന സമയത്ത് ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ കണക്ഷനായിട്ട് മാറും. അങ്ങനെ ഡെൽറ്റ കണക്ഷനായി മാറിക്കഴിഞ്ഞാൽ
ഡെൽറ്റ കണക്ഷനായി മാറിക്കഴിഞ്ഞാൽ ഡെൽറ്റ കണക്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താ, ലൈൻ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ് ആണ്. അപ്പോൾ നമുക്ക് ഫുൾ സപ്ലൈ വോൾട്ടേജും മോട്ടോറിലേക്ക് കിട്ടും. അപ്പോൾ സ്റ്റാർട്ടിങ് കേസിൽ, നമ്മൾ ഇനീഷ്യൽ സ്റ്റാർട്ടിങ് കേസിൽ നമുക്ക് എന്താണ് വോൾട്ടേജ് കുറച്ച് മതി. കാരണം നമ്മളുടെ ആർമേച്ചർ കറണ്ട് വളരെ ഹൈ ആവാതിരിക്കാൻ നമുക്കറിയാം. നമ്മളെ ബാക്ക് EMF ഇല്ലാത്തത് കൊണ്ട് തന്നെ ആർമേച്ചർ കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ആർമേച്ചർ കറണ്ട് ഇക്വേഷൻ നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഇതാണ് ആർമേച്ചർ കറണ്ട് ഇക്വേഷൻ. IA is equal to V minus EB by RA. ഇവിടെ ബാക്ക് EMF ആകുന്ന EB സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവില്ല, 0 ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ആർമേച്ചർ റെസിസ്റ്റൻസും കുറവായതുകൊണ്ട് നമുക്ക് വോൾട്ടേജ് Vൻ്റെ വാല്യൂ പരമാവധി കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർ കണക്ഷനിലിടുന്നത്. ഇനി ഇൻ കേസ് അത് എന്താണ് സ്റ്റാർട്ട് ചെയ്ത് നോർമൽ റണ്ണിങ് കണ്ടീഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ EB എന്ന് പറഞ്ഞ ബാക്ക് EMFൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആർമേച്ചർ കറണ്ട് കുറയും. കാരണം V മൈനസ് EB ആണ്. EB കൂടിക്കഴിഞ്ഞാൽ IA കുറയും. അങ്ങനെ റണ്ണായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുൾ വോൾട്ടേജ് ഫുള്ള് കൊടുക്കണേണ് പ്രശ്നമില്ല. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഡെൽറ്റ കണക്ഷനിലേക്ക് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ വർക്ക് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സ്റ്റാർ കണക്ഷനിലേക്ക് ഇടും. ഇനി ആ ഒരു ലിവർ നമ്മൾ താഴോട്ട് റൺ എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് ഇടുമ്പോൾ അത് ഡെൽറ്റ കണക്ഷൻ ആവും. ഇനി അതിലുള്ളതെന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ ഉള്ളതെന്ന് വെച്ചാൽ ഒരു നോ വോൾട്ട് കോയിൽ നമുക്ക് കാണാം. നോ വോൾട്ട് കോയിലും പിന്നെ OLR ഇത് എന്ന് പറഞ്ഞാൽ ഓവർലോഡ് റിലീസാണ്. ഈ ഓവർലോഡ് റിലീസ് എന്തിനാണെന്ന് വെച്ചാൽ ഇൻ കേസ് ഇതിൽ എന്തെങ്കിലും ഓവർലോഡ് കറണ്ട് ഓവറായിട്ട് കറണ്ട് വരിക കഴിഞ്ഞാൽ, ഹൈ കറണ്ട് അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഈ ഓവർലോഡ് റിലീസ് വർക്ക് ചെയ്തിട്ട് ആ ഒരു നോ വോൾട്ട് കോയിലിലേക്കുള്ള നമ്മൾ നേരത്തെ കാണിച്ച ഈ ഒരു നോ വോൾട്ട് കോയിലിലേക്കുള്ള കറണ്ട് ഇല്ലാതാവും. അങ്ങനെ ആ നോ വോൾട്ട് കോയിലിലേക്ക് കറണ്ട് ഇല്ലാതായി കഴിഞ്ഞാൽ അത് മോട്ടോറിനെ സ്റ്റോപ്പ് ബട്ടൺ വർക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, ഈ ഒരു മോട്ടോറിലേക്കുള്ള കറണ്ട് ഈ ഒരു നോ വോൾട്ട് കോയിൽ ഡീമാഗ്നറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷൻ, ഈ ഒരു സപ്ലൈ കണക്ഷൻ, ഈ ഓവർലോഡ് റിലീസ് വർക്ക് ചെയ്ത് നോ വോൾട്ട് കോയിലിലേക്ക് കറണ്ട് ഇല്ലാതായി കഴിഞ്ഞാൽ ഈ മോട്ടോറിലേക്കുള്ള സപ്ലൈ ഇല്ലാതാവും. അങ്ങനെ നമുക്ക് ഇത് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് സേഫായിട്ട് സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ റൺ കണ്ടീഷനിലെത്തുമ്പോൾ ഫുൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യാനും പിന്നെ ഓവർലോഡ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സേഫായിട്ട് മോട്ടോർ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ചെയ്യാനും സഹായിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഈ ഒരു നോട്ടിൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ട്രാൻസ്ഫോമേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞു തരുന്നത് മോട്ടോറുകളെ കുറിച്ചായിരുന്നു. മോട്ടോറുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു മൊഡ്യൂൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് DC മോട്ടോറുകളെ കുറിച്ചാണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഇൻഡക്ഷൻ മോട്ടോറുകളെ കുറിച്ചാണ്. അതിൽ തന്നെ നമ്മൾ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകളെ കുറിച്ച് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സിനെ കുറിച്ച് പറഞ്ഞു. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ പറഞ്ഞു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡൈനാമിക് മെഷീൻസാണ്. അഥവാ അവിടെ റൊട്ടേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസാണ് മോട്ടോറുകൾ എന്ന് പറയുന്നത്. എന്നാൽ ഇനി നമുക്കൊരു സ്റ്റാറ്റിക് മെഷീനാവുന്ന ട്രാൻസ്ഫോമറിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് മെഷീൻ. എന്താണ് സ്റ്റാറ്റിക് മെഷീൻ? ഇവിടെ നമുക്ക് ഒരു മെക്കാനിക്കൽ പവർ ഒന്നും നൽകുന്നില്ല. പകരം ഇവിടെ ജസ്റ്റ് വോൾട്ടേജിനെ റൈസ് ചെയ്യാൻ ലോ ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിക് മെഷീനാണ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമർ ഈസ് എ സ്റ്റാറ്റിക് മെഷീൻ. ട്രാൻസ്ഫോമർ ഈസ് എ സ്റ്റാറ്റിക് മെഷീൻ ഫോർ ഐദർ റൈസിങ് ഓർ ലോവറിങ് വോൾട്ടേജ്. വോൾട്ടേജിനെ കൂട്ടാനോ അല്ലെങ്കിൽ കുറക്കാനോ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിക് മെഷീനാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദി ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ലോ പ്രകാരം തന്നെയാണ് ട്രാൻസ്ഫോമേഴ്സും വർക്ക് ചെയ്യുന്നത്. ഇനി ട്രാൻസ്ഫോമറിൽ മെയിനായിട്ട് എന്തൊക്കെയാണുള്ളത്? ഒരു പ്രൈമറി വൈൻഡിങ് ഉണ്ടാവും,
ഒരു സെക്കൻഡറി വൈൻഡിങ് ഉണ്ടാവും. ഇവിടെ ഇതാണ് പ്രൈമറി വൈൻഡിങ്, നെക്സ്റ്റ് ഇതാണ് സെക്കൻഡറി വൈൻഡിങ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു പ്രൈമറി വൈൻഡിങ്ങും ഈ ഒരു സെക്കൻഡറി വൈൻഡിങ്ങും നമ്മൾ ചുറ്റിയിട്ടുള്ളത് ഒരു മാഗ്നറ്റിക് കോർ. ഇതാണ് കോർ എന്ന് പറയുന്നത്. ആ കോറിലാണ് ഈ പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും ചുറ്റിയിട്ടുള്ളത്. നമ്മളെപ്പോഴും സപ്ലൈ അല്ലെങ്കിൽ ഇൻപുട്ടുമായി കണക്ട് ചെയ്യുന്ന ഭാഗമാണ് പ്രൈമറി വൈൻഡിങ് വരിക. ലോഡ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കൊടുക്കുന്ന ഭാഗമാണ് നമ്മൾ ലോഡുമായി കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഔട്ട്പുട്ടുമായി കണക്ട് ചെയ്യുന്നതാണ് സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം തന്നെയാണെന്ന് നമുക്കറിയാം. ഇവിടെ ട്രാൻസ്ഫോമർ വരയ്ക്കുന്നത് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം തന്നെയാണ്. ഇവിടെ എങ്ങനെയാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു പ്രൈമറി വൈൻഡിങ്ങും ഈ സെക്കൻഡറി വൈൻഡിങ്ങും നമ്മളൊരു മാഗ്നറ്റിക് കോറിൽ നമ്മൾ ചുറ്റിയിട്ടുണ്ട്. ആ ഒരു കേസിൽ നമ്മൾ ശ്രദ്ധിക്കുക, ഈ ഒരു പ്രൈമറി വൈൻഡിങ്ങിലേക്ക് നമ്മളൊരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വൈൻഡിങ്ങിൽ ഈ ഒരു വൈൻഡിങ്ങിൽ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മാഗ്നറ്റിക് കോറിൽ ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യും. ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഈ ഒരു പ്രൈമറി വൈൻഡിങ്ങിൽ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു മാഗ്നറ്റിക് കോറിൽ ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യും. കാരണം ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ് കൊടുക്കുന്നത്, അത് സോളിനോയിഡിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അവിടെ തന്നെ ഒരു ആൾട്ടർനേറ്റീവ് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യും. ഒരു സോളിനോയിഡിൽ നമ്മൾ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ സ്വാഭാവികമായിട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യും. ഈ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഈ ഒരു മാഗ്നറ്റിക് കോറിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മാഗ്നറ്റിക് കോറിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ സെക്കൻഡറി വൈൻഡിങ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെക്കൻഡറി വൈൻഡിങ്സും അഥവാ അവിടെ നിങ്ങൾക്ക് കാണാൻ ചുറ്റൽ വൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ കമ്പിച്ചുരുളുകൾ അല്ലേ. അപ്പോൾ പ്രൈമറി വൈൻഡിങ് ഒന്നും കാണാൻ പറ്റും, സെക്കൻഡറി വൈൻഡിങ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു മാഗ്നറ്റിക് കോറിൻ്റെ ഈ ഒരു സൈഡിൽ നമ്മൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ ഈ ഒരു കോറിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യും. ആ ആൾട്ടർനേറ്റീവ് ഫ്ലക്സ് ഈ ഒരു സെക്കൻഡറി വൈൻഡിങ്സിലും കൂടി ആക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രകാരം ഈ പ്രൈമറി വൈൻഡിങ്സിൽ കൊടുത്തുള്ള ആൾട്ടർനേറ്റീവ് വോൾട്ടേജ് കാരണം ഉണ്ടായിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഈ കോറിൽ മൊത്തം പാസ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫ്ലക്സ് സെക്കൻഡറി വൈൻഡിങ്സിലും ആക്ട് ചെയ്യും. അപ്പോൾ പ്രൈമറി വൈൻഡിങ്സിനെയും സെക്കൻഡറി വൈൻഡിങ്സിനെയും എണ്ണം അനുസരിച്ച് സെക്കൻഡറി വൈൻഡിങ്സ് നമ്മൾ പ്രൈമറിയേക്കാൾ കൂടുതൽ എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് കൂടും. ഇനി സെക്കൻഡറി വൈൻഡിങ്സിൻ്റെ എണ്ണം കുറവാണെങ്കിൽ ആ സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് കുറയും. കൂടുതലാവുമ്പോൾ അതിനെ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയും. പ്രൈമറി വൈൻഡിങ്സിൻ്റെ ടേൺസിനേക്കാളും അഥവാ N1 നമ്മൾ ഇതിന് കൊടുത്തിട്ടുണ്ട്. N1 N2 എന്നുള്ള രണ്ട് നൊട്ടേഷൻ നമ്മൾ ഇതിന് കൊടുത്തിട്ടുണ്ട്. N1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വൈൻഡിങ്സ് ഇൻ പ്രൈമറി, N2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വൈൻഡിങ്സ് ഇൻ സെക്കൻഡറി. ഇൻ കേസ് N2 ആണ് കൂടുതൽ, നമ്പർ ഓഫ് വൈൻഡിങ്സ് ഇൻ സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയാം. നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി വൈൻഡിങ്ങിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണെങ്കിൽ, അതിലുള്ള ചുറ്റലുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അതിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നത് കൂടും. അപ്പോൾ അതിൽ ക്രിയേറ്റ് ചെയ്യുന്ന EMF, ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് കൂടും. അപ്പോൾ പ്രൈമറിയേക്കാളും സെക്കൻഡറി വോൾട്ടേജ് കൂടും. അതാണ് അങ്ങനത്തെ ട്രാൻസ്ഫോമറുകളെയാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. ഇനി N2 ലെസ് ദാൻ N1 ആണ്, അഥവാ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് N2 ലെസ് ദാൻ N1 ആവുമ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി കുറവാണ് പ്രൈമറിയേക്കാളും. അപ്പോൾ നമുക്ക് സെക്കൻഡറിയിലുള്ള ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് കുറയും. അപ്പോൾ സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിനേക്കാളും ഔട്ട്പുട്ട് കുറയുകയാണ് ചെയ്യുക. അതിനാണ് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് കണ്ടീഷൻ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും നമുക്ക് മനസ്സിലായി. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ
അവിടെ നമ്പർ ഓഫ് വൈൻഡിങ്സ് ഇൻ സെക്കൻഡറി N2 എന്ന് പറയുന്നത് എന്താണ്, ഗ്രേറ്റർ ദാൻ N1 ആയിരിക്കും. നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറിയേക്കാൾ കൂടുതലായിരിക്കും. എന്നാൽ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലാണെങ്കിൽ N2 ലെസ് ദാൻ N1 ആയിരിക്കും. N2 N1ലേറെ കുറവായിരിക്കും. നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി എന്ന് പറയുന്നത് കുറവായിരിക്കും പ്രൈമറിയേക്കാളും. അപ്പോൾ ഇവിടെ സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജും കുറവായിരിക്കും. അങ്ങനെ നമ്മൾ രണ്ട് തരത്തിലാണ് കോമൺ ആയിട്ട് ട്രാൻസ്ഫോമേഴ്സ് വരുന്നത്. അതിനെന്താണ് അതിനെയാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ് എന്നും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് എന്നും പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ വീടുകളിലേക്കൊക്കെ വരുന്ന കറണ്ട് അല്ലേ, നമ്മൾ വീട്ടിലേക്കൊക്കെ വരുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്ഫോമർ ലൈൻസിലൊക്കെ വരുന്നത് നമ്മൾ ട്രാൻസ്ഫോമറിന് ഫീസ് പോയി എന്നൊക്കെ നമ്മൾ പറയുന്നത് അത് ശരിക്കും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ഏരിയയിലൊക്കെ ഒരു ട്രാൻസ്ഫോമേഴ്സ് വെക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ 11 kV ലൈനിന്ന് വരുന്ന വോൾട്ടേജിനെ 440 വോൾട്ടേജ് ആക്കി കുറക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഗാർഹിക ആവശ്യത്തിനും ഇൻഡസ്ട്രിയൽ ആവശ്യത്തിനും വീടുകൾക്കൊക്കെ ആണെങ്കിൽ സിംഗിൾ ഫേസ് 230 വോൾട്ട് അല്ലെങ്കിൽ 240 വോൾട്ടേജിൻ്റെ ഇടയിൽ ഉണ്ടാവുള്ളൂ. എന്നാൽ ഇൻഡസ്ട്രീസിലൊക്കെ ആണെങ്കിൽ 440 3 ഫേസ് വോൾട്ടേജ് ഉണ്ടാവുക. അതിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനുള്ളതാണ് സാധാരണ അത്. എന്നാൽ നമ്മൾ സബ് സ്റ്റേഷനുകളിലും അതുപോലെ തന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലൊക്കെ അവിടെയൊക്കെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടാവുക. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് പരമാവധി വോൾട്ടേജ് കൂട്ടിയിട്ടാണ് ട്രാൻസ്ഫോർമേഷൻ, ഈ ഒരു ഇലക്ട്രിസിറ്റി നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് ദൂര സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുക. ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ലോസസ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ് ആണ് യൂസ് ചെയ്യുക. ഇനി നമ്മൾ വീടുകളിൽ നിങ്ങൾ യൂസ് ചെയ്യാറുണ്ട് പഴയ കാലത്ത്. ഇപ്പോൾ എല്ലാ വീടുകളിലും അത്യാവശ്യം വോൾട്ടേജ് ഉണ്ടായതുകൊണ്ട് സ്റ്റെപ്പ് അപ്പുകൾ യൂസ് ചെയ്യാറില്ല. പണ്ട് സ്റ്റെപ്പ് അപ്പ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ അവിടെ നമ്മൾ വീടുകളിലൊക്കെ ആദ്യം യൂസ് ചെയ്തിരുന്നു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ്. വോൾട്ടേജ് കുറവാകുമ്പോൾ നമ്മൾ വോൾട്ടേജ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്തിരുന്നു. ഇനി നമ്മളെ ചാർജറുകൾ അതുപോലെ ഇൻവേർട്ടേഴ്സ് ഇതിലൊക്കെ നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് കാണും. ചാർജർ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോൺ ചാർജേഴ്സൊക്കെ നമ്മൾ 230 വോൾട്ടിനെ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 5 വോൾട്ടായിട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ട്രാൻസ്ഫോമർ എന്താണെന്ന് മനസ്സിലായി. സ്റ്റാറ്റിക് മെഷീൻ ഫോർ ഐദർ റൈസിങ് ഓർ ലോവറിങ് വോൾട്ടേജ്. വോൾട്ടേജിനെ കൂട്ടാനോ കുറക്കാനോ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിക് മെഷീനാണ്. അത് വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രകാരമാണ്. അതിൽ പ്രൈമറി വൈൻഡിങ്സ് ഉണ്ടാവും, സെക്കൻഡറി വൈൻഡിങ്സ് ഉണ്ടാവും. ഓക്കെ, ഇത്രയാണ്. ഇതിൽ 2 ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. സ്റ്റെപ്പ് അപ്പ് ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. അതിൽ തന്നെ നമ്പർ ഓഫ് ടേൺസ് അനുസരിച്ചാണ്. സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ്, കുറവാണെങ്കിൽ അത് സ്റ്റെപ്പ് ഡൗൺ. ഇത്രയാണ് ട്രാൻസ്ഫോമറിൻ്റെ ബേസിക് വർക്കിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് EMF ഇക്വേഷൻ ഓഫ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൻ്റെ EMF ഇക്വേഷൻ എങ്ങനെ കാണാമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലും സെക്കൻഡറിയിലും വോൾട്ടേജ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും എന്ന് പറഞ്ഞു. അഥവാ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരമാണ് അതിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിൻ്റെ വാല്യൂ എങ്ങനെ കിട്ടുന്നു? ആ EMF നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ടേൺസ് കൂടുതലാവുമ്പോൾ സെക്കൻഡറിയിൽ കൂടുതലാവുമ്പോൾ അതിൽ കൂടുതൽ EMF ഉണ്ടാവുന്നു നമുക്ക് മനസ്സിലായി അല്ലേ? അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാന്നുള്ളതാണ് നോക്കിയത്. ഈ ഡെറിവേഷൻ പലപ്പോഴും എക്സാമിന് ചോദിക്കുന്നുള്ളതാണ്. വളരെ സിമ്പിൾ ഡെറിവേഷനാണ്. നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കുറച്ച് ടേംസിനെ ഡിഫൈൻ ചെയ്യാണ്. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് കാണാം N1 ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി, N2 ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി. എന്താണ് സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ്? N1 എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ്. ഇനി 5M എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ കോർ. ആ കോറിൽ നമ്മൾ കണ്ടു ട്രാൻസ്ഫോമറിൻ്റെ സെൻട്രലിൽ കാണുന്ന കോർ, പ്രൈമറി സെക്കൻഡറി ചുറ്റിയിട്ടുള്ള കോറിലുള്ള മാക്സിമം ഫ്ലക്സ്, ഒരു മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ മാക്സിമം ഫ്ലക്സ് ആണ്. ഫ്ലക്സ് മാക്സിമം ആവുക എപ്പോഴാണ്? നമ്മൾ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി മാക്സിമം ആവുക ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് ഈ ഒരു വേവ് ഫോം നിങ്ങൾ കാണിച്ചിട്ടുണ്ട്.
ഇതാണ് ഇതിൻ്റെ വേവ് ഫോം. ഓക്കെ, ഈ വേവ് ഫോമിൽ നിങ്ങൾക്ക് കാണാം മാക്സിമം ഫ്ലെക്സ്, ഈ ഒരു മാക്സിമം ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീൻ്റെ മാക്സിമം വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് 1/4 ടൈമിലാണ്. അഥവാ ഇവിടെ നമ്മൾ 1/4 T/4 ടൈമിനാണ്. ടോട്ടൽ ഈ ഒരു സൈക്കിൾ, ഒരു കംപ്ലീറ്റ് സൈക്കിളിൻ്റെ 1/4 ഭാഗത്തിന് സമയത്താണ് നമുക്ക് മാക്സിമം ഫ്ലെക്സ് കിട്ടുന്നത്, ഫൈം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു വേവ് ഫോം കൊടുത്ത്, ഇതാണ് നമ്മളെ ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സിൻ്റെ വേവ് ഫോം. ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി, ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിക്കോട്ടെ, ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആയിക്കോട്ടെ, ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ആയിക്കോട്ടെ, അതിൻ്റെ ഒരു വേവ് ഫോം നമ്മൾ സാധാരണ സൈൻ വേവ് രീതിയിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ ടി എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വൺ കംപ്ലീറ്റ് സൈക്കിൾ, അഥവാ ഒരു ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ ഒരു കംപ്ലീറ്റ് സൈക്കിൾ, ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ്, അല്ലെങ്കിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമിനെയാണ് ടി എന്ന് പറയുന്നത്. ഈസ് ഈക്വൽ ടു 1/f ആണ്, നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. ടി ഈസ് ഈക്വൽ ടു 1/f. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് 1/f. അപ്പോൾ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണെങ്കിൽ ടൈം പീരീഡ് 1/50 സെക്കൻഡ്സ് ആവും. അപ്പോൾ ഒരു സെക്കൻഡിന് 50 ടൈം കൊണ്ട് പ്രാവശ്യം ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. അതാവാ അതിൻ്റെ ടൈം പീരീഡ് 1/50 സെക്കൻഡ്സ് ആവും. അപ്പോൾ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 1/ ഫ്രീക്വൻസിയാണ്, അതിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മാക്സിമം വാല്യൂ കിട്ടേണ്ട ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതാണ് മാക്സിമം വാല്യൂ കിട്ടേണ്ട ടൈം പീരീഡ്. അത് T/4 സെക്കൻഡ്സിലാണ് മാക്സിമം. T/4 എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം T എന്ന് പറഞ്ഞാൽ 1/f ആണ്. 1/f/4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 1/4f എന്ന് കിട്ടും. 1/4f. അപ്പോൾ ഈ ഫ്രീക്വൻസിൻ്റെ ടേംസിൽ നമ്മൾ പറയുകയാണെങ്കിൽ 1/4f സെക്കൻഡ്സിലാണ്. 1/4f സെക്കൻഡ്സ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. 1/4f സെക്കൻഡ്സിലാണ് മാക്സിമം ഫ്ലക്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മാക്സിമം ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ BM × A. എന്താണ് BM എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഡെൻസിറ്റിയാണ്. ഫ്ലക്സ് ഡെൻസിറ്റീൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ടെസ്ല, വെബർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ ടെസ്ലയാണ്. ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ മാഗ്നറ്റിക് കോറിൻ്റെ ഏരിയ ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഇവിടെ BM എന്ന് കൊടുക്കാൻ കാരണം മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ, അതാണ് മാക്സിമം ഫ്ലക്സ് ഇൻ കോർ. φm = BM × A. ഇനി F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ദി AC ഇൻപുട്ട്. അപ്പോൾ ഇത്രയും നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇത്രയും ഡിഫൈൻ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് മനസ്സിലാവും ആ ഫിഗറിൽ നിന്ന്. ഫിഗർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി, നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് φm എന്നുള്ള മാക്സിമം വാല്യൂ കിട്ടുന്നത്. മാക്സിമം വാല്യൂ ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത് 1/4f സെക്കൻഡിലാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്ലക്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലക്സ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് അപ്ലൈ ചെയ്തപ്പോൾ ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ ഫ്ലക്സ് 0 മുതൽ ഇങ്ങനെ കൂടി വരികയാണ്. പിന്നെ കുറഞ്ഞു വരും, പിന്നെയും കൂടി നെഗറ്റീവിലേക്ക്, അതിങ്ങനെ കൂടിയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, തോത്, ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ തോത്, അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ആ ഫ്ലക്സ് ചേഞ്ചിന് ബൈ ടൈം ചെയ്യണം. ഫ്ലക്സ് ചേഞ്ച് ബൈ ടൈം, അതാണ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത്. ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത് φm/1/4f. φm എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് ഫ്ലക്സ് ബൈ ടൈം.
ടൈം ഇവിടെ എത്രയാണ് 1/4f അഥവാ T/4. T/4 എന്ന ടോട്ടൽ ടൈം പീരീഡ് ബൈ 4 ആ ഒരു 4/1 സമയത്താണ് മാക്സിമം ഫ്ലക്സ് കിട്ടുന്നത്. അപ്പോൾ T/4നെ നമ്മൾ 1/4f ആയിട്ട് നമ്മൾ കണ്ടെത്തി അതിനെ ഫ്രീക്വൻസിയുടെ ടേംസിൽ പറയുമ്പോൾ. അപ്പോൾ 5m/1/4f. അത് 5m/1/4fനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 4f5m എന്ന് കിട്ടും. അതെങ്ങനെ? ഈ 4fന് നമ്മൾ നേരെ 5m/1/4f ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ 1/4fനെ നേരെ റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടുക നോക്കാം. ഇവിടെ 5m × 4f/1 എന്നാണ് കിട്ടുക. 1/4fൻ്റെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ 4f/1 കിട്ടുക. 4f/1 എന്ന് പറഞ്ഞാൽ 4f തന്നെ. അപ്പോൾ ഇതെന്ത് കിട്ടും? 4f5m കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നമുക്കിവിടെ 4f5m എന്ന് കിട്ടിയത്. 4f5m. അപ്പോൾ 5m/1/4fനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 4f5m. അത്രയും വെബർ/സെക്കൻഡ്. വെബർ എന്ന് പറഞ്ഞാൽ ഫ്ലക്സിൻ്റെ യൂണിറ്റാണ്, മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റാണ്. അത്രയും വെബർ/സെക്കൻഡ്. അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അത്രയും 4f5m വെബർ മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു സെക്കൻഡിൽ ചേഞ്ച് ചെയ്യുന്നു. അതാണ് അതിന് മനസ്സിലാകുന്നത്. ഇനി എന്താണ് ഈ ഒരു റേറ്റ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് പെർ ടേൺ മീൻസ് ഇൻഡ്യൂസ്ഡ് EMF. നമുക്കറിയാം, ഒരു കോയിൽ അല്ലെങ്കിൽ കണ്ടക്ടറുമായി ലിങ്ക് ചെയ്തിട്ട് ഫ്ലക്സ് ചേഞ്ചിൻ്റെ റേറ്റ് എന്തിന് തുല്യമാണ്? ആ ഇൻഡ്യൂസ്ഡ് EMFന്. അതാണ് ഫാരഡേസ് ഫസ്റ്റ് ലോവും സെക്കൻഡ് ലോവും കൂടി നമ്മൾ ഇന്ന് മനസ്സിലായി. പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെക്കൻഡ് ലോവും നമുക്ക് ഫാരഡേസ് ലോവും നമുക്ക് കിട്ടും. എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് പെർ ടേൺ എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMF ആണെന്ന് നമ്മൾ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന് ഈ ഒരു സംഭവം കിട്ടും. റേറ്റ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് പെർ ടേൺ മീൻസ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ വോൾട്ട്സ്. അതാണ് ഫാരഡേസ് ലോ. അഥവാ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത് അതാണ് ഈ ഇൻഡ്യൂസ്ഡ് EMFന് തുല്യമാണെന്നുള്ളത് ഫാരഡേസ് ലോ എന്ന് കിട്ടും. അപ്പോൾ ആവറേജ് EMF പെർ ടേൺ എന്ന് പറയുന്നത് 4f5m വോൾട്ട് എന്ന് കിട്ടി. അഥവാ നമ്മളെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്, ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് തന്നെയാണ് എന്ത് വോൾട്ടേജ് ആയിട്ട് നമുക്ക് ഈ ഇൻഡ്യൂസ്ഡ് EMF ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ആവറേജ് EMF പെർ ടേൺ ഈക്വൽ ടു 4f5m വോൾട്ട്. അപ്പോൾ അത് നമുക്ക് വോൾട്ടേജിലേക്ക് കിട്ടി. അപ്പോൾ ആവറേജ് EMF പെർ ടേൺ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് തന്നെയാണ്. അപ്പോൾ അത് 4f5m എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇത് ആവറേജ് വാല്യൂ ആണ്. ഇതിന് RMS വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഫോം ഫാക്ടർ ഈസ് ഈക്വൽ ടു RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ. അപ്പോൾ സാധാരണ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു സൈൻ വേവിൻ്റെ ഫോം ഫാക്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 1.11 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ RMS വാല്യൂ കിട്ടണമെങ്കിൽ RMS വാല്യൂ ഓഫ് EMF പെർ ടേൺ കിട്ടണമെങ്കിൽ 1.11 കൊണ്ട് ജസ്റ്റ് ഗുണിച്ചാൽ മതി. 1.11 × 4f5m ഉണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RMS വാല്യൂ ഓഫ് EMF പെർ ടേൺ. ഇവിടെ ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് പെർ ടേൺ തന്നെയാണ് ഇൻഡ്യൂസ്ഡ് EMF. അങ്ങനെയാണ് നമ്മൾ ഇതിനെ നേരെ ആവറേജ് EMF പെർ ടേൺ ആക്കിയത്. ഓക്കെ, അത് മനസ്സിലാക്കിയ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഇവിടെ നമുക്ക് എന്ത് കിട്ടി? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് നമുക്ക് 4f5m എന്ന് കിട്ടി. അതിനെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? അതുതന്നെയാണ് ആവറേജ് റേറ്റ് EMF പെർ ടേൺ. അതിനെ നമ്മൾ വോൾട്ടേജിലേക്ക് മാറ്റിയതാണ് ഈ 4f5m. അപ്പോൾ ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് തന്നെയാണ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അത് ഫാരഡേസ് ലോ പ്രകാരമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അതിൻ്റെ RMS വാല്യൂ നമുക്ക് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തു? 1.11 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 1.11 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 4.44 × 4f5m വോൾട്ട് എന്ന് കിട്ടി. ഇനി നമുക്ക് ഫോർ N1 ടേൺസ് ഓൺ പ്രൈമറി
പ്രൈമറിയിൽ N1 ടേൺസ് ഉണ്ടായതുകൊണ്ട് E1 ഇൻഡ്യൂസ്ഡ് ഈ RMS വാല്യൂ ഓഫ് EMF പെർ ടേൺ അതുതന്നെയാണ് നമ്മൾ ഒരു ടേണിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇൻഡ്യൂസ്ഡ് EMFൻ്റെ RMS വാല്യൂ ആണ് അതുള്ളത്. അങ്ങനെ ആവുമ്പോൾ E1 എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പ്രൈമറി വൈൻഡിങ്ങിൽ മൊത്തമുള്ള ഇൻഡ്യൂസ്ഡ് EMF അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ടേൺസ് കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ മതി. കാരണം ഒരു ടേണിൽ ഉള്ള ഒരു ടേണിലുള്ള ഇൻഡ്യൂസ്ഡ് EMF ഇത്രയാണെങ്കിൽ N1 ടേൺസ് ഉണ്ടെങ്കിൽ N1 കൊണ്ട് ഗുണിച്ചാൽ മതിയില്ലേ? അഥവാ E1 ഈസ് ഈക്വൽ ടു 4.44 ഇൻറ്റു F5M ഇൻറ്റു N1 വോൾട്ട്സ് അത് കിട്ടും. അങ്ങനെയാണെങ്കിൽ സെക്കൻഡറി വൈൻഡിങ്സിൽ N2 ടേൺസ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് N2 ആണെങ്കിൽ സെക്കൻഡറിയിൽ അതിൽ ഇൻഡ്യൂസ്ഡ് EMF E2 ആയിരിക്കും. E2 എന്ന് പറഞ്ഞാൽ 4.44 ഇൻറ്റു F5M ഇൻറ്റു ആകെ വ്യത്യാസം എന്താ? N2 എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഇൻഡ്യൂസ്ഡ് EMF ബാക്കി എല്ലാ വാല്യൂസും ഫ്ലക്സ് ഡെൻസിറ്റിയും ഫ്രീക്വൻസിയും അതൊക്കെ എല്ലാത്തിലും സെയിം ആണ്. കാരണം ഒരേ മാഗ്നറ്റിക് കോറിൻ്റെ ഒരു എൻഡിൽ നമ്മൾ പ്രൈമറി ഒരു എൻഡിൽ സെക്കൻഡറി കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ഫ്രീക്വൻസിയും ഫ്ലക്സ് ഡെൻസിറ്റിയൊക്കെ സെയിം ആണ്, ഫ്ലക്സൊക്കെ സെയിം ആണ്. ആകെ വ്യത്യാസം എന്താ? നമ്പർ ഓഫ് ടേൺസ് N1ഉം N2 മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ E1ഉം E2ഉം കിട്ടണമെങ്കിൽ E1 ഈസ് ഈക്വൽ ടു ഇവിടെ 4.44 ഇൻറ്റു F5M ഇൻറ്റു N1, E2 ഈസ് ഈക്വൽ ടു 4.44 ഇൻറ്റു F5M ഇൻറ്റു N2. ഇതാണ് നമ്മൾ EMF ഇക്വേഷൻ ഓഫ് ട്രാൻസ്ഫോമർ. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ EMF ഇക്വേഷൻ ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതോടെ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ EMF ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം ഈ ഒരു വാല്യൂസ് ഡിഫൈൻ ചെയ്യുക, N1 N2 5M ആൻഡ് F ഇത് ഡിഫൈൻ ചെയ്യുക. 5M എന്ന് പറഞ്ഞാൽ BM ഇൻറ്റു A എന്ന് ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫിഗർ ഈ ഒരു ഫ്ലക്സ് ഡെൻസിൻ്റെ വേവ് ഫോം വരയ്ക്കുക. ശേഷം നമ്മൾ ഈ ഒരു സംഭവം പറയണത് എന്താണ്? 5M മാക്സ് ഫ്ലക്സ് ഡെൻസിറ്റി ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത് 5M/1/4F ആണ്. അത് 4F5M ആണെന്ന് കിട്ടും. അത് തന്നെയാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് തന്നെയാണ് ഇൻഡ്യൂസ്ഡ് EMF മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം. അപ്പോൾ നമ്മൾ അതിലേക്ക് മാറ്റി എഴുതി. അങ്ങനെ നമ്മൾ RMS വാല്യൂ RMS വാല്യൂയിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1.11 കൊണ്ട് ഇൻഡ്യൂ ചെയ്തു. അങ്ങനെ നമ്മൾ പിന്നെ അത് ഒരു ഇൻഡ്യൂസ്ഡ് EMF പെർ ടേൺ, ഒരു ടേണിൽ ഇൻഡ്യൂസ്ഡ് EMF ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ വൈൻഡിങ്സിലും പ്രൈമറി വൈൻഡിങ്സിലും സെക്കൻഡറി വൈൻഡിങ്സിലും ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ കാണാൻ നമ്മൾ നമ്പർ ഓഫ് ടേൺസ് കൊണ്ട് ഇൻഡ്യൂ ചെയ്തു. അതാണ് ലാസ്റ്റ് നമുക്ക് ഇത് E1ഉം E2 ആകുന്ന രണ്ട് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വൈൻഡിങ്ങിലെയും സെക്കൻഡറി വൈൻഡിങ്ങിലെയും EMF ഇക്വേഷൻ കിട്ടി. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.